സംവിധായകൻ രഞ്ജിത്തിനെ പോലീസ് കസ്റ്റഡി വെച്ച് അന്വേഷണം എറണാകുളം സിറ്റി പോലീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എറണാകുളം ഡെപ്യൂട്ടി കമ്മീഷണർ അശ്വതി ജിജി IPSൻ്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത്. ഇന്നലെ അദ്ദേഹത്തിനെ ശനിയാഴ്ച പോലീസ് കസ്റ്റഡിയിൽ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കൊടുത്തു. 3 ദിവസത്തേനാണ് കൊടുത്തത്. ശനി, ഞായർ, തിങ്കൾ. തിങ്കളാഴ്ച വൈകിട്ട് തന്നെ കോടതിയിൽ ഹാജരാക്കണം. ചൊവ്വാഴ്ച അദ്ദേഹത്തിൻ്റെ ജാമ്യകാര്യം പരിഗണിക്കാം എന്ന് കോടതി പറയുകയും ചെയ്തു. അദ്ദേഹം പീഡിപ്പിച്ചെന്ന് പറയുന്ന ആ കാരവൺ ചങ്ങനാശ്ശേരിയിൽ നിന്ന് പിടിച്ചെടുത്ത് പോലീസ്. മറ്റൊരു കാരവണും ഉണ്ടായിരുന്നു, അതും പിടിച്ചെടുത്തിട്ടുണ്ട്. 2 കാരവണും ഇപ്പോൾ കൊച്ചിയിലെ AR ക്യാമ്പിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ഇന്നലെ രഞ്ജിത്തിനെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ആസ്പിൻവാൾ കമ്പനിയുടെ പഴയ ഓഫീസിൽ കൊണ്ടുപോയി. അവിടെയും ഷൂട്ടിംഗ് സ്ഥലം ഇതിൻ്റെ ഭാഗമായിരുന്നു, അതുകൊണ്ടായിരിക്കണം അവിടെ കൊണ്ടുപോയത്. അവിടെ രഞ്ജിത്തിനെ കൊണ്ടുപോയി അവിടെയുള്ള അന്വേഷണങ്ങളൊക്കെ നടത്തി. അതിനുശേഷം കാരവനിൽ കൊണ്ടുവന്നു. കാരവനിനകത്ത് വെച്ചാണ് പീഡിപ്പിച്ചത്. കാരവനിനകത്ത് വെച്ച് അപ്രതീക്ഷിതമായി ആ കുട്ടിയെ കയറി പീഡിപ്പിക്കുകയും ചെയ്തെന്ന് പറഞ്ഞ ആ കുട്ടി നിലവിളിച്ചുകൊണ്ട് കാരവനിൽ നിന്ന് ചാടി ഇറങ്ങി ഓടി. കരഞ്ഞുകൊണ്ട് ഓടുന്നത് പലരും കണ്ടു. ആ ലൊക്കേഷനുള്ള പല ആൾക്കാരും ആ കുട്ടി കരയുന്നത് കണ്ടു. അതോടൊപ്പം കാരവൻ്റെ വെളിയിൽ അതിൻ്റെ അസിസ്റ്റൻറ്റ് ഡയറക്ടർ ശ്യാമിലി എന്ന രഞ്ജിത്തിൻ്റെ അസിസ്റ്റൻറ്റ് ഡയറക്ടർ ഉണ്ടായിരുന്നു. അവരവിടെ നിൽപ്പുണ്ടായിരുന്നു. അവരൊരു കാവൽ നിന്നതാണോ എന്ന് സംശയം തോന്നാം. അവർ കാരവൻ്റെ വെളിയിലുണ്ട്. ആ സമയത്താണ് കാരവൻ്റെ ഉള്ളിൽ ഈ പീഡന ശ്രമം നടന്നത്. എന്തായാലും കാരവൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ഹോട്ടലിലെ ഒരു മുറി പോലെയോ വീടിൻ്റെ ഒരു ബെഡ്റൂം പോലെയോ അത് പരിഗണിക്കേണ്ടി വരും. എല്ലാ ഫെസിലിറ്റിയും അവിടെ ഉണ്ട്. അതുകൊണ്ട് അത് ആരാണ് കാരവൻ്റെ ഉടമസ്ഥൻ, ആ കാരവൻ്റെ നമ്പർ എത്രയെന്ന് നമുക്കറിയത്തില്ല. കാരവൻ്റെ ആ രജിസ്റ്റേർഡ് ഓണർ ആരാണ്, അവരെ കൂടെ പ്രതിയാക്കേണ്ടി വരും. കാരണം ഇതുപോലെയുള്ള പീഡനത്തിന് ഒരു ഫെസിലിറ്റേറ്റ് ചെയ്ത് കൊടുത്തു എന്ന് പറയേണ്ടി വരും. ആ കേസിലെ ഡ്രൈവറുണ്ട്, ഡ്രൈവറും പ്രതിയാകാനാണ് സാധ്യത. കാരണം ആ കാരവൻ്റെ ഡ്രൈവർ അത് വിലക്കണമായിരുന്നു. പീഡനത്തിന് ശ്രമം ഉണ്ടായാൽ അത് നടനായാലും മഹാനടനായാലും ഏത് വലിയ ഡയറക്ടറായാലും ശരി, ഒരു പെൺകുട്ടിയെ പീഡിപ്പിക്കുന്നത് കാണുകയോ അത് മനസ്സിലാക്കുകയോ ചെയ്യുക, അത് തടയാനുള്ള ഉത്തരവാദിത്വം അതിൻ്റെ കാരവൻ്റെ ഉടമയ്ക്കോ അല്ലെങ്കിൽ കാരവൻ്റെ ഡ്രൈവർക്കും അല്ലെങ്കിൽ കാരവൻ ആരാണ് കൈകാര്യം ചെയ്യുന്ന അവർക്കുമുണ്ട്. അതിൻ്റെ വെളിയിൽ നിന്ന് അസിസ്റ്റൻറ്റ് ഡയറക്ടർക്കും അതിൻ്റെ ഉത്തരവാദിത്വമുണ്ട്. അതുകൊണ്ട് നടനായ ബോബി കുര്യനും അതുപോലെ തന്നെ അസിസ്റ്റൻറ്റ് ഡയറക്ടർ ശാലിനിയും ഈ കേസിൽ പ്രതിയാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കുമരകം ഹോട്ടലിൽ നിന്നാണ് അവിടെ താമസിക്കുമ്പോഴാണ് രഞ്ജിത്തിന് കേസിലൊരു അറസ്റ്റ് ഉണ്ടാകുമെന്ന് പോലീസിൽ നിന്ന് ചോർന്ന് കിട്ടിയ വിവരം. ഉടൻ തന്നെ അവിടെ നടനായ ബോബി കുര്യൻ അദ്ദേഹത്തിൻ്റെ കാറിൽ രഞ്ജിത്തിനെയും ശ്യാമിലി അസിസ്റ്റൻറ്റ് ഡയറക്ടറെയും കയറ്റി അവിടെ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു. അവർ ഇടുക്കി വഴി തമിഴ്നാട്ടിൽ പോകാനാണ് ശ്രമിച്ചത് എന്നാണ് മനസ്സിലാക്കി. പോലീസ് ഇടുക്കി SP-യുടെ അടുത്ത് ആവശ്യപ്പെട്ടു. ആ തൊടുപുഴ വെച്ച് അവരുടെ കാറ് തടഞ്ഞ് അങ്ങനെ അവരെ എറണാകുളത്ത് കൊണ്ടുവന്ന് രഞ്ജിത്തിന് അവിടെ കൊണ്ടുവരുമ്പോൾ തന്നെ അദ്ദേഹത്തിന് പല ശാരീരിക പ്രശ്നങ്ങളുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ നേരത്തെ നടത്തിയിട്ടുണ്ടെന്ന് പറയുന്നു. എന്നാലും പൊതുവെ ആരോഗ്യപരമായി അദ്ദേഹത്തിന് നല്ല കണ്ടീഷനല്ല. അതുകൊണ്ട് പോലീസ് ഉടൻ തന്നെ മെഡിക്കൽ പരിശോധന നടത്തി. അതിനുശേഷം പോലീസ് കസ്റ്റഡി കിട്ടിയപ്പോഴും മെഡിക്കൽ പരിശോധന നടത്തി. അന്വേഷണം കഴിഞ്ഞ ഉടൻ തന്നെ മെഡിക്കൽ പരിശോധന നടത്തി. ഏതായാലും ശാരീരിക അസ്വസ്ഥതകൾ അദ്ദേഹത്തിന് കൂടുതലായിട്ടുണ്ട്. അതുകൊണ്ട് പോലീസ് അധികം കസ്റ്റഡി വെക്കുന്ന അത്ര സുരക്ഷിതമല്ല എന്ന് തോന്നിക്കൊണ്ടാകാം പോലീസ് ഇന്ന് തന്നെ അന്വേഷണം പൂർത്തിയാക്കി. നാളെയും കസ്റ്റഡി വെക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇന്ന് അന്വേഷണം പൂർത്തിയാക്കി മജിസ്ട്രേറ്റിൻ്റെ വീട്ടിലെ പ്രതിയെ എത്തിച്ച് ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് മാറ്റും എന്നാണ് അറിയുന്നത്. കാരണം ജുഡീഷ്യൽ കസ്റ്റഡിയിലാകുമ്പം അദ്ദേഹത്തിന് കൂടുതൽ ചികിത്സാ സൗകര്യങ്ങൾ ലഭിക്കും. കാരണം അഡ്മിറ്റ് ചെയ്ത് ഉള്ള സൗകര്യം ഉണ്ടാവും. ജയിൽ ഉദ്യോഗസ്ഥന്മാർ അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി മോശമാണെങ്കിൽ തീർച്ചയായിട്ടും ഏതെങ്കിലും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തോളും. അതുകൊണ്ട് പോലീസ് ആ റിസ്ക് എടുക്കാൻ തയ്യാറല്ല. അതുകൊണ്ട് അന്വേഷണം വളരെ വേഗത്തിൽ കംപ്ലീറ്റ് ചെയ്തു. ആസ്പിൻവാളിലും അവിടെ AR ക്യാമ്പിലും കിടക്കുന്ന ആ കാരവണുമൊക്കെ പെട്ടെന്ന് പോലീസ് മഹസർ എഴുതി പരിശോധിച്ചെല്ലാം കഴിഞ്ഞു. ഈ കേസിനകത്ത് നടൻ ബോബി കുര്യനും അസിസ്റ്റൻറ്റ് ഡയറക്ടർ ശാലിനിയും രഞ്ജിത്തിനെ രക്ഷപ്പെടുത്താൻ സഹായിച്ചു എന്നാണ്
പോലീസിൻ്റെ നിഗമനം. അതുകൊണ്ട് അവർ പ്രതിയാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരവൻ്റെ ഉടമസ്ഥനും ഡ്രൈവറും പ്രതിയാകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഏതായാലും ആ രീതിയിലേക്കുള്ള അന്വേഷണം വ്യാപിപ്പിക്കും പോലീസ്. എറണാകുളം സിറ്റി പോലീസ് കമ്മീഷണർ നേതൃത്വത്തിലുള്ള അന്വേഷണ ടീം. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ശാരീരിക അസ്വസ്ഥതകളുടെ ഉള്ള സമയത്തും അദ്ദേഹം പീഡിപ്പിച്ചു എന്നുള്ളത് അദ്ദേഹം നിഷേധിക്കുകയാണ്. പിന്നെ എന്തുകൊണ്ടാണ് ആ പെൺകുട്ടി കാരവലിൽ നിന്ന് കരഞ്ഞുകൊണ്ട് ഇറങ്ങി ഓടിയത്? അത് വളരെ പ്രസക്തമായ ഏത് രീതിയിലുള്ള ഒരു പീഡന ശ്രമമാണ് അദ്ദേഹം നടത്തിയത്? അത് ഒരു ബൈസെക്ഷൽ ആണെന്ന് നമുക്കറിയാം. കാരണം അദ്ദേഹത്തിൻ്റെ ഇതിനു മുമ്പുള്ള 2 കേസിനകത്തും ആ രീതിയിലുള്ള പ്രവർത്തനമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. ഏതായാലും ഒരു കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു മഹാസംവിധായകൻ തന്നെയാണ് രഞ്ജിത്ത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ വിലയും നിലയും എല്ലാം കളഞ്ഞു കുളിച്ച 2-3 സംഭവങ്ങൾ നേരത്തെ ഉണ്ടായി. ഇപ്പോൾ 3ാമതും അത് ആവർത്തിക്കപ്പെടുന്നു. അതുകൊണ്ട് ഈ പുതിയ അദ്ദേഹത്തിൻ്റെ ഈ സിനിമയിലെ മമ്മൂട്ടിയാണ് നായകനായിട്ട് അഭിനയിക്കുന്നത്. അതുകൊണ്ട് വളരെ ശ്രദ്ധ ഈ സിനിമയ്ക്ക് വന്നു കഴിഞ്ഞതാണ്. പക്ഷേ ഇപ്പോൾ അതിൻ്റെ ഷൂട്ടിംഗ് എല്ലാം മുടങ്ങി. കാരണം അദ്ദേഹത്തിന് ജാമ്യം കിട്ടി. അദ്ദേഹം ഹോസ്പിറ്റലിൽ നിന്ന് എന്ന് വരും എന്നൊന്നും നമുക്ക് അറിയാൻ ഒക്കില്ല. അദ്ദേഹത്തിൻ്റെ ശാരീരിക നിലവാരം എത്രത്തോളം മോശമാണ്, അല്ലെങ്കിൽ ഒരു ഷൂട്ടിംഗ് സ്ഥലത്ത് വീണ്ടും പോയി ജോലി തുടർച്ചയായിട്ട് രാവും പകലും ചെയ്യാൻ സാധിക്കുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും സിറ്റി പോലീസിൻ്റെ അന്വേഷണം എത്രയും പെട്ടെന്ന് കഴിഞ്ഞ് ഇന്ന് തന്നെ രഞ്ജിത്തിനെ അവർ കോടതി മുമ്പാകെ ഹാജരാക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്.